ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മത്തിയും മുരിങ്ങാക്കായും വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. നമ്മളിതിൽ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല. തേങ്ങ ഒന്നും ചേർക്കുന്നില്ലെങ്കിലും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മത്തിയും മുരിങ്ങാക്കായും കൂടെ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങാക്കായ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മത്തിയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ മത്തിയാണ്. അപ്പോൾ ഒരു 10 മത്തി ക്ലീൻ ചെയ്തുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതേ ഒരു വലുപ്പത്തിലുള്ള 3 പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് നമുക്ക് തക്കാളിൻ്റെ പുളിയാണ് കേട്ടോ വേണ്ടത്, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ഈ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയും കൂടെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. തക്കാളി ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി കേട്ടോ, ഒരുപാട് ഉടഞ്ഞു വരുമൊന്നും വേണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എരിവിന് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഈ മസാലപ്പൊടികൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം മസാലപ്പൊടികളൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസ് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ പുളി പിഴിഞ്ഞൊഴിക്കുന്നില്ല. ഒരു 3 പീസ് പുളി അങ്ങനെ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. മത്തി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങാക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കായ്ക്കും അധികം വേവില്ല, അപ്പോൾ മത്തി മുരിങ്ങാക്കായും നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ മൺചട്ടിയിൽ പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പെട്ടെന്ന് വറ്റി വരികയും ചെയ്യും. അതുപോലെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൺചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് മൺചട്ടിയൊക്കെ കൂടുതൽ കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മുരിങ്ങാക്കായൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കറിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
സവാളക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ചെറിയുള്ളി ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നമ്മൾ കറി ഉണ്ടാക്കിയ സമയത്തും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിയും മുരിങ്ങക്കായും കൂടെ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഷിഗാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്